Hey guys, this is Nishan from Virtual Company and welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാ സിനിമയുടെ ടീസർ റിലീസായിട്ടുണ്ട്. നമുക്ക് ടീസർ എങ്ങനെയുണ്ടെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ റിയാക്ഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവ് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സിനിമയുടെ പേര് ഭയം ഭക്തി ബഹുമാനം അങ്ങനെ കാണുന്നതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഏതായാലും നമ്മുടെ ദിലീപ് ഏട്ടനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ലാസ്റ്റ് നമ്മുടെ തളപതിയുടെ ബർത്ത്ഡേക്ക് അവരിട്ട ഒരു പോസ്റ്റ്, നമ്മുടെ ഗില്ലിയുടെ ജിപ്സിയുടെ ഒരു ഫോട്ടോയും കൂടെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാം കൊണ്ട് മോർ എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് ടീസർ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ ലോകത്ത് എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. നൈജിയുടെ പരസ്യമാണ്. എനിക്കറിയാലോ ആരാ വരാൻ പോകുന്നത്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. ജനപ്രിയനായ ദിലീപ്. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തയാണ്. വിനീത് ശ്രീനിവാസൻ ലുക്ക് കൊള്ളാം കേട്ടോ. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ധ്യാൻ ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഗ്യാരണ്ടിയാണ്. ഇനിയാണ് എന്റെ ഷോ. വിൻറ്റേജ് ദിലീപേട്ടനാണല്ലോ. I will take you to the miraculous universe of the most wanted person you are searching for. അടിപൊളി. ഭയം പറ്റി ബഹുമാനം. ശരിയാ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. നമ്മുടെ റൺവേയിലൊക്കെ ഉള്ള ദിലീപേട്ടൻ്റെ ഒരു ഹ്യൂമർ സെൻസ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഹ്യൂമർ എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടീസർ റിലീസ് ചെയ്ത ഈ ഡേറ്റ് എന്നുള്ളത് ഒരു പ്രത്യേകത ഉള്ളതാണ്. ദിലീപേട്ടൻ്റെ മീശ മാധവൻ, പിന്നെ നമ്മുടെ CID മൂസ, ഇങ്ങനത്തെ വേറെ ഒരു സിനിമയും കൂടെ ഉണ്ട്. ഈ 3 സിനിമയും റിലീസായ സെയിം ഡേറ്റ് ആണെന്ന്. സോ അതുകൊണ്ടാണ് ഈ ഡേറ്റിൽ തന്നെ റിലീസ് ചെയ്തതെന്നാണ് പറയുന്നത് കേട്ടത്. ഒരു അപ്ഡേറ്റുകളിൽ ഞാൻ ജസ്റ്റ് വായിച്ചതായിരുന്നു. ഏതായാലും ആ 3 സിനിമകളും ബ്ലാക്ക് ബസ്റ്ററായ സിനിമകളാണ്. സോ ഇതും അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ പഴയ ദിലീപേട്ടൻ്റെ ഒരു വൈബ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഈ ഇടയ്ക്കായിട്ട് ഒന്ന് വലിയ സിനിമകളൊന്നും വിജയിച്ചില്ല. രാംലീലയാണ് തോന്നുന്നു ലാസ്റ്റ് വിജയിച്ചത്. അത് കഴിഞ്ഞിട്ടൊന്നും വലിയ കാര്യമായിട്ടുള്ളൊരു സക്സസ് കിട്ടിയില്ലാത്ത ഒരാളാണ്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ ഈ സിനിമ കണ്ടിട്ട് അതിനുള്ള റിവ്യൂ ഏതായാലും വിടും. ഞാൻ മോർ എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന് ദിലീപേട്ടൻ, പിന്നെ വിനീത് ശ്രീനിവാസൻ, മൂന്നാമത് നമ്മുടെ ജിപ്സി, ഗില്ലിയുടെ ജിപ്സി, നമ്മുടെ സ്വന്തം മുത്തുപ്പാണ്ടി അണ്ണൻ്റെ ജിപ്സി. സോ ഈ 3ഉം കാണാൻ വേണ്ടിയിട്ട് വെരി ഹൈപ്ഡാണ്. കാണാം. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാൻ. താങ്ക് യു.